ഹായ്. അപ്പോൾ ഇന്ന് ഈ ധ്യാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധന ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കാമോ, മാംസാഹാരം കഴിക്കാമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലൈവിലും അല്ലാതെയൊക്കെ. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയും, അതൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് തോന്നുന്നത് കഴിക്കൂ എന്ന് ഞാൻ നിങ്ങളവരോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും അവരുടെ ചോയ്സ് ഓഫ് ഫുഡ് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഓക്കെ. അപ്പോൾ ഈ ഞാൻ ആദ്യം ചില കാര്യങ്ങൾ പറയാം. നോക്കൂ, നമുക്ക് ഭയങ്കരമായി നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കാതെ ധ്യാനിക്കാൻ പോയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നോൺ വെജിനെ പറ്റി ആലോചിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പം നോൺ വെജ് ഉപേക്ഷിക്കാതിരുന്നിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ നോൺ വെജ് കഴിച്ചില്ല അതുകൊണ്ട് എൻ്റെ ധ്യാനം ഭംഗപ്പെടുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഗിൽറ്റ് നമ്മുടെ മനസ്സിലാണ് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇത് കൺസേൺഡ് ആവാതെ സ്വസ്ഥാവസ്ഥയിലിരുന്ന് ധ്യാനിക്കാൻ പറ്റിയാൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ എന്താണോ സ്വസ്ഥത തരുന്ന കാര്യം ചെയ്യുക. അല്ലാതെ നമ്മളൊരു ആത്മവിചാരം ചെയ്യാൻ പോയിരുന്നിട്ട് ചിക്കൻ വിചാരം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. സെയിം വിത്ത് എനി അതർ സബ്സ്റ്റൻസസ്. അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി പറയുന്നത്. ഇനി ഈ വെജിറ്റേറിയൻ ആഹാരം അല്ലെങ്കിൽ വീഗൻ ഫുഡിനെ പറ്റി പറയാം. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും മുട്ടയൊക്കെ വെജിറ്റേറിയൻ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഗൻ ഫുഡ് എന്ന് പറയുന്നത്. വീഗൻ ഫുഡിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാല് പോലും പലരും ഉപയോഗിക്കാറില്ല. അതവിടെ നിൽക്കട്ടെ. രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരേ സംശയമാണ്, ഈ നോൺ വെജ് വേണോ അതോ വെജ് മതിയോ, സാത്വിക് ആഹാരം തന്നെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമണ മഹർഷിയുടെ ഭക്തന്മാരിൽ ഒരുപാട് പേര് സായിപ്പന്മാരായിരുന്നു, അതായത് ഫോറിനേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ അവരുടെ കോമൺ ഫുഡ് എന്ന് പറയുന്നത് അറിയില്ല, നോൺ വെജ് ആണ്. അവരുടെ അവിടെ വെജിറ്റേറിയൻ ഫുഡെന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ പോലും നോൺ വെജ് ഉണ്ടായിരിക്കും. അനുഭവം ഉണ്ടായിരിക്കുമല്ലോ പലർക്കും. ഇപ്പോൾ സലാഡിൽ പോലും ബീഫൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് അവിടെ. അപ്പം രമണ മഹർഷി അവരോട് എപ്പോഴും പറഞ്ഞു, നമുക്ക് അത് നമ്മളൊരു കാര്യം ക്ലിയർ ആയിരിക്കണം. അതായത് രമണ മഹർഷി ആരോടും പോയിട്ട് ഇന്നത് കഴിക്കൂ, ഇന്നതേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഈ ഫുഡ് മാറ്റി ഇങ്ങനെ ആക്കൂ, ഈ ഫുഡ് മാറ്റി അങ്ങനെ ആക്കൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. 100% പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് എല്ലാ അദ്ദേഹത്തിൻ്റെ ടോക്സോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ വീഡിയോസോ റൈറ്റപ്സോ എന്ത് വേണം നോക്കാം. അദ്ദേഹം ആരോടും നിങ്ങൾ ഇന്നത് കഴിക്കാൻ നിർത്തിയിട്ട് ഇനി മുതൽ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഏത് ആഹാരം കഴിക്കുന്നതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുള്ളപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാത്വിക ആഹാരം കഴിക്കുന്നതാണ് ആത്മവിചാരത്തിന് അല്ലെങ്കിൽ ഒരു സാധനയ്ക്ക് ഏറ്റവും നല്ലതെന്ന്. സാത്വിക ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മനസ്സിന് 3 തരം ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സാത്വിക ക്വാളിറ്റി ഉണ്ട്, താമസിക ക്വാളിറ്റി ഉണ്ട്, രാജസിക ക്വാളിറ്റി ഉണ്ട്. താമസിക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇനേർഷ്യയും, രാജസിക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, സാത്വിക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റിയാണ്. അതായത് ഒരു മിഡിൽ വേ, സ്വസ്ഥമായ ഒരു മനസ്സ്. അപ്പം ഇതാണ് സാത്വിക ഒരു ക്വാളിറ്റി. ഇങ്ങനെ പോവുകയാണെങ്കിൽ താമസിക ക്വാളിറ്റി താഴേക്കും രാജസിക ക്വാളിറ്റി മേളിലേക്കും വരും, ഹൈപ്പർ ആക്ടിവിറ്റിയും ഇനേർഷ്യയും. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും സാത്വിക ഫുഡ് കഴിക്കുന്നത് മനസ്സിന് നല്ലതാണെന്ന്. കാരണം മനസ്സ് അടങ്ങില്ല. മനസ്സിനിങ്ങനെ ഒരുപാട് ചാട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം സംഭവിക്കാറുണ്ട്. അപ്പം മനസ്സ് നമ്മളിങ്ങനെ എന്ത് ആഹാരം കഴിക്കുന്നു എന്നുള്ള അനുസരിച്ച് അതിൻ്റെ ബിഹേവിയർ മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ താമസിക ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനേർഷ്യ ഉണ്ടാവും, രാജസിക ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ഈ താമസിക ആഹാരങ്ങൾ എന്ന് പറയുന്നതിന് പൊതുവെ ഈ പ്രോസസ്ഡ് ഫുഡും ഈ നോൺ വെജ്, അതായത് മീറ്റ്, പോൾട്രി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ഗാർലിക് ഉൾപ്പെടെ താമസിക ഇതിൽ വരുന്നത്. അതായത് വെളുത്തുള്ളി നമ്മൾ വെജിറ്റേറിയൻ ആണല്ലേ, വീഗനായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ്, അതുപോലും താമസിക ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. സവാള അല്ലെങ്കിൽ ഒനിയൻ, ഉള്ളി ഇപ്പോൾ വെളുത്തുള്ളി മാത്രമല്ല അല്ലാത്ത ഉള്ളിയും താമസിക ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം രാജസിക ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ എരിയുള്ള ആഹാരങ്ങൾ, വളരെ പുളിയുള്ള ആഹാരങ്ങൾ, വളരെ ഉപ്പുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ രാജസിക ഫുഡുകളായിട്ട് പറയാറുണ്ട്. ഇതിന് നടുക്ക് സാത്വിക ആഹാരങ്ങൾ വരും. സാത്വിക ആഹാരങ്ങളിൽ പൊതുവെ ഫ്രഷ് ഫുഡുകൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, അരി, പാലിന്ന് വീഗനായിട്ട് വീഗൻ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പാലിന്ന് വീഗൻ അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പാല്, ഡയറി പ്രോഡക്ട്സ്, തൈര്, ഇതൊക്കെ സാത്വിക ആഹാരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മെജോറിറ്റി എനിക്കൊന്ന് ഡൈജഷൻ കഴിഞ്ഞ്
ഫീക്കൽ മാറ്ററായിട്ട് അല്ലെങ്കിൽ മലമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. കുടിക്കുന്ന വെള്ളവും അങ്ങനെയൊക്കെ തന്നെ പോകും. പക്ഷെ അതിൻ്റെ ഗ്രോസ് ഭാഗം മാറ്റിയിട്ട് ചില മധ്യഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആകുന്നതെന്ന് പറയും. അതിൽ തന്നെ ഈ അതിൻ്റെ ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അത് മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനം പോകാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് മാറും. സോ ആത്മവിചാരം ചെയ്യുന്നതിന് ഏത് ആഹാരം കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഒരു ആഹാരവും പറഞ്ഞ് മാറ്റിക്കാത്ത രമണ മഹർഷി എന്നെ പറഞ്ഞിട്ടുണ്ട്, സാത്വിക ആഹാരം കഴിക്കുന്നതാണ് ആത്മവിചാരം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ധ്യാനം ചെയ്യാൻ അല്ലെങ്കിൽ സാധന ചെയ്യാൻ ഏറ്റവും നല്ലത്. നിങ്ങളെ മനസ്സിനെ ബാധിക്കാത്ത ആഹാരം എന്താണോ അത് കഴിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സാത്വിക ആഹാരം അല്ലാതെ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ കാമാണോ, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദെൻ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അല്ലേ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പായിട്ടും ചേഞ്ച് വരുത്തണം. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം പലരും കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നിങ്ങളിത് ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങൾ സ്വയം ഡിറൈവ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാൻ ഒരുപാട് കാലം വീഗൻ മാത്രം കഴിച്ചിട്ടുണ്ട്, നോൺ വെജ് മാത്രം കഴിച്ചിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് ഞാൻ പൊതുവേ കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മനസ്സ് ഏറ്റവും കാമായിരിക്കുന്നത് ഈ സാത്വിക ആഹാരം അല്ലെങ്കിൽ വെജിറ്റേറിയൻ അല്ലെങ്കിൽ പച്ചക്കറി പോലത്തെ ആഹാരങ്ങൾ മാത്രം കഴിക്കുന്ന സമയത്താണെന്ന് എനിക്ക് അനുഭവം ഉണ്ടെന്നുള്ള സത്യമാണ്. ഞാനിപ്പോഴും എൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും പിടിവിട്ട് പോകുന്നു അല്ലെങ്കിൽ മനസ്സ് അടങ്ങുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാൻ വെജിറ്റേറിയൻ ആഹാരത്തിലേക്ക് പോകാറുണ്ട്, വാസ്തവമാണ്. എന്നാൽ ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ ആഹാരം കണ്ടിന്യൂസ്ലി കഴിച്ച ആളൊന്നുമില്ല. ഇപ്പം ഞാൻ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ മെജോറിറ്റി സമയത്ത് നോൺ വെജ്, പൊതുവെ മീനായിരിക്കും കൂടുതൽ കഴിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഫുഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കൂ. എല്ലാ സാത്വിക ആഹാരം തന്നെ ആളുകൾക്ക് പിടിച്ചെന്ന് വരില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സാത്വിക ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാം പച്ചക്കറിയാണെന്ന് വിചാരിക്കരുത്. അതിൽ തന്നെ ചില്ലി പോലുള്ള, അതായത് മുളക് പോലുള്ള സാധനങ്ങളൊക്കെ രാജസിക ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്, സാത്വിക ഭക്ഷണമായി കണക്കാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോൺ വെജ് ആണ് കഴിക്കുന്നത്, നോൺ വെജ് ഒഴിവാക്കുന്നു പക്ഷേ വെജിറ്റേറിയനെ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടും നമ്മൾ കൂടുതൽ ഉള്ളി, വെളുത്തുള്ളി, ഈ പറഞ്ഞ പോലെ എരിയുള്ള ആഹാരങ്ങൾ, ഉപ്പുള്ള ആഹാരങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോഴും സാത്വിക ഫുഡല്ല കഴിക്കുന്നത്. അപ്പോഴും നിങ്ങളുടെ മനസ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോഴും നിങ്ങളുടെ മൈൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആവാം അല്ലെങ്കിൽ ഇനേർഷ്യയിലേക്ക് പോവാം. സോ ഇനി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ രമണ മഹർഷി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഞാൻ പറയാം. നമ്മളൊരു സാധന തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് സാത്വിക ആഹാരമേ എന്ന് പറഞ്ഞു പോയി നടക്കുന്ന കാര്യമേ അല്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ഓഫ് ഫുഡ് മാറ്റുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം തന്നെ നോൺ വെജ് അങ്ങ് ഉപേക്ഷിക്കുകയെന്ന് വേണ്ട, നിങ്ങൾ ആദ്യം നോൺ വെജിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നിങ്ങൾ 3 പീസ് ചിക്കൻ കഴിക്കുന്ന ആളാണെങ്കിൽ 1 പീസ് ചിക്കനിലേക്ക് മാറുക. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് അതെങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വയം ഒബ്സർവ് ചെയ്യണം. സ്വയം ഒബ്സർവ് ചെയ്ത് നമ്മുടെ മൈൻഡിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം അടുത്തെന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ വളരെ ഫിസിക്കലി വീക്കായ ഒരു വ്യക്തിയാണ്, നിങ്ങളോട് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ മുട്ട കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കഴിക്കാതെ ഞാൻ ഈ താമസിക ഫുഡേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഗോയിങ് ടു ബി എ റോങ് വേ. നമുക്ക് ആരോഗ്യമുള്ള ശരീരം നമുക്ക് ആവശ്യമാണ് സാധന ചെയ്യാൻ. ആരോഗ്യമുള്ള ശരീരം ഇല്ലെങ്കിൽ സാധന ബുദ്ധിമുട്ട്. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം വേണം, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആരോഗ്യമുള്ള മനസ്സ് വേണം. സോ ആരോഗ്യമുള്ള മനസ്സിന് ഫുഡ് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമൊന്നും വേണ്ട. ഇറ്റ് ഈസ് എ ഫാക്റ്റ്. സോ ഡെഫിനറ്റ്ലി ആദ്യം ഞാൻ പറഞ്ഞു, ഈ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്ക് സാത്വിക ആഹാരത്തിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, യു ആർ ഓക്കെ വിത്ത് വാട്ട് യു ആർ ഈറ്റിംഗ് എന്നാണെങ്കിൽ നോ പ്രോബ്ലം, യു ക്യാൻ ഡു ഇറ്റ്. ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഭക്തി മാത്രം മതി, അല്ലെങ്കിൽ ഒരു സ്റ്റേൺ ആയിട്ടുള്ള മൈൻഡ്. ഒരു വൈരാഗ്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഈ മനസ്സ് കയ്യിൽ നിൽക്കാത്ത ആളുകളായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ സ്ലോലി ക്വാണ്ടിറ്റി കുറയ്ക്കുക. ക്വാണ്ടിറ്റി കുറച്ചതിന് ശേഷം ഈ ഇച്ചിരി കൂടെ ലോവർ കോൺഷ്യസിലേക്ക് വരിക. അതായത് കുറച്ചുകൂടി ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞ മൃഗങ്ങളിലേക്ക് നമുക്ക് വരാം. ഫോർ എക്സാമ്പിൾ മീൻ, അതായത് ചിക്കൻ, അല്ലെങ്കിൽ ആദ്യം ഈ ആട്ടിറച്ചി അല്ലെങ്കിൽ മാടിറച്ചി കഴിക്കുന്നവർ അതിൽ നിന്ന് ചിക്കനിലേക്ക് വരിക. ചിക്കനിൽ നിന്ന് പയ്യെ ഫിഷിലേക്കും മുട്ടയിലേക്കും വരിക. സ്ലോലി അതും റെഡ്യൂസ് ചെയ്യാൻ ആദ്യം ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒരു സ്ലോ പ്രോഗ്രസ്, സഡൻലി വരുന്നൊരു ചേഞ്ച് നമ്മുടെ മൈൻഡിനെ ചിലപ്പോൾ വളരെ സ്വസ്ഥത ഇല്ലാതാക്കും. കാരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാത്വിക ആഹാരം കഴിക്കണമെന്ന്,
പക്ഷെ എന്നാൽ പോലും പെട്ടെന്നുള്ള സ്റ്റോപ്പേജ് നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും നിങ്ങളുടെ ശരീരത്തെയൊക്കെ ഭയങ്കരമായി ബാധിച്ചെന്നിരിക്കാം. ആ ഒരു ട്രാൻസിഷൻ ചിലപ്പോൾ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി വാട്ട് യു ഷുഡ് ഡു ഫോക്കസ് മോർ ഓൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഫുഡാണ്. നമ്മൾ എന്ത് ആഹാരം കഴിക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമ്മൾ വളരെ കൺസേൺഡ് ആയിരിക്കണം. ഈ നമ്മൾ സാത്വിക ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളെങ്കിൽ ആ സാത്വിക ആഹാരം നമ്മൾ കണക്കാക്കുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതിന് ഒരു കാര്യമില്ല. ഹൗ യു ആർ പ്രിപ്പയറിങ് ഇറ്റ് എന്ന് പറയുന്നത് നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് പോലും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നമ്മളത് കഴിക്കുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്, കഴിക്കുമ്പോഴുള്ള സറൗണ്ടിങ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു മൈൻഡ്ലെസ് ആയിട്ട് ഒരു ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇതൊന്നുമല്ല ആരോടെങ്കിലും വഴക്ക് കൂടിക്കൊണ്ടൊക്കെ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആഹാരം ചിലപ്പോൾ വിഷമായിട്ട് മാറും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. നമ്മുടെ മൈൻഡാണ് ഈ ഫുഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡിന് ആ ഒരു പ്ലസൻനെസ് ഉണ്ടാവണം. നമ്മൾ ഓരോ ആഹാരം, ഓരോ അരിമണി കഴിക്കുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് കഴിക്കണം എന്ന് പറയും. മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കുക, കോൺഷ്യസ് ആയിട്ട് കഴിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. കഴിയുന്നതും ഫോണിൽ ഡൂം സ്ക്രോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വീഡിയോസ് കണ്ടുകൊണ്ടോ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയോടൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. ഈ പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നോച്ചൂർ സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ആഹാരം ദൈവത്തിന് നിവേദിച്ചിട്ട് പ്രസാദം കിട്ടിയിട്ട് പ്രസാദം കഴിക്കുന്ന പോലെ കഴിക്കണം എന്ന് പറയും. പക്ഷെ ഞാനങ്ങനെ അത്രയും ഒരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളൊരു റിച്വലിസ്റ്റിക് ബീയിങ് അല്ലെങ്കിൽ ഒരു റിച്വലിസ്റ്റിക് അനിമലായിട്ട് മാറണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതും ഒരു നല്ല വഴിയാണ്. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ നമുക്ക് എല്ലായിടത്തും പോയിരുന്ന ആഹാരം എടുത്ത് വെച്ച് തൊഴുത് അങ്ങനെ കഴിക്കാനൊന്നും സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിനുമായിട്ട് നമ്മളെല്ലാവരും ഈ സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്കാരൊന്നുമില്ല. സന്യാസം ഉണ്ടാവേണ്ടത് ഉള്ളിലാണ്. അപ്പം അത് പുറമേ ഉള്ള ആൾക്കാരെ അറിയിച്ചുകൊണ്ടായിരിക്കില്ല സന്യാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. സോ ഡെഫിനറ്റ്ലി വട്ടെവർ യു ആർ ഈറ്റിംഗ്, നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കോൺഷ്യസ് ആയി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കഴിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കുക, നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കുക. അത് തന്നെ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ഫുഡിലുണ്ടാകും, നിങ്ങളുടെ ഹെൽത്തിലും ഉണ്ടാകും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. മോസ്റ്റ് പ്രോബബ്ലി ഈ താമസിക ഗുണം കുറയ്ക്കാൻ നമുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും വളരെ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ വയറ് നിറയുന്നവരെ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കഴിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നടക്കുകയെങ്കിലും വേണം. വെറുതെ പോയി ഇരിക്കുകയോ കിടക്കുകയോ ഒട്ടും ചെയ്യരുത്. 5 മിനിറ്റ് നടക്കുകയെങ്കിലും വേണം. അപ്പോഴാണ് ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി, ആ ഒരു സാത്വിക ആഹാരം കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ജപ്പാനിലൊരു ഹരഹച്ചിബു എന്നെന്തോണം എൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ മറന്നുപോയി. ജപ്പാനിൽ ഇങ്ങനെ പറയാം. അത് ജപ്പാനീസ് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും കുടവയറ് പൊതുവെ ഉണ്ടാവില്ല, റയർലിയാണ് ഉണ്ടാവുന്നത്. മെജോറിറ്റി ആളുകൾക്ക് ഉണ്ടാവില്ല. 2 കാരണം കൊണ്ടാണ് അത് ഉണ്ടാവാത്തത്. ഒന്ന്, അവർ വളരെ നടക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്, അവർ ആഹാരം കഴിക്കുമ്പോൾ വയറ് നിറയുന്നവരെ കഴിക്കാറില്ല. 80% വയറ് നിറയുമ്പോൾ അവർ ആഹാരം കഴിക്കുന്നത് നിർത്തും. അതൊരു വളരെ കിടിലൻ പ്രാക്ടീസാണ്, വളരെ മികച്ച ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വയറ് വളരെ ഫുള്ളായിട്ട് നമ്മൾ സാത്വിക ആഹാരം തന്നെ വാരി ഇഷ്ടം പോലെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ട് ഏതെങ്കിലും സത്സംഗത്തിനോ ധ്യാനത്തിനോ ഒക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി നമ്മൾ ഉറങ്ങിപ്പോകും. സോ സാത്വിക ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അതെങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എന്തിന് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഫുഡിനെ പറ്റി കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇഫ് യു ആർ കെയറിങ് അബൌട്ട് ഫുഡ് ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് ഫുഡ് ഈസ് അഫക്റ്റിംഗ് യുവർ മൈൻഡ്, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. നോക്കുക, നിങ്ങൾ ഒരിക്കലെങ്കിലും വീഗൻ ആവുക അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചും ട്രൈ ചെയ്യുക എന്ന് ഞാൻ പറയും. കാരണം ഈ ഫുഡുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസം, നമ്മളെ കാഴ്ചപ്പാടിലുണ്ടാക്കുന്ന ചേഞ്ചുകൾ, ഫുഡിൻ്റെ ഊർജ്ജം നമ്മുടെ മനസ്സിൻ്റെ ഊർജ്ജത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ സ്വയം കണ്ട് ബോധ്യപ്പെടുന്നതാണ് കുറച്ചും കൂടി ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇത് പ്രാക്ടീസ് ചെയ്യാനും എളുപ്പം. ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം നിങ്ങളുടെ സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണ്. അതെനിക്കും അറിയാൻ കഴിയില്ല, എൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്കും അറിയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്, അല്ലേ? സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ചെറിയ ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇതിന് പുറമെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറയാം. എപ്പോൾ ആഹാരം കഴിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും കൂടെ പറയാം. അതായത് മോസ്റ്റ് പ്രോബബിളി രാത്രി 8 മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കാനുണ്ട്, നിങ്ങൾ അബദ്ധത്തിൽ കഴിക്കാൻ ലേറ്റായി പോയെങ്കിൽ നിങ്ങൾ ആഹാരം കുറച്ച് കഴിച്ച് ഗുളിക കഴിച്ചോളൂ. ബട്ട് ഐ വുഡ് പ്രിഫർ ഇറ്റ് ടു ബി എ ലൈറ്റ് ഫുഡ്. അതായത് വളരെ ഈ നോൺ വെജ് പോലുള്ള വലിയ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു കാര്യം, പ്രത്യേകിച്ച് രാത്രി നമ്മുടെ മെറ്റബോളിസം കുറയും. സിർക്കേഡിയൻ റിതം നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും രാത്രിയാകുമ്പോഴത്തേക്കും സൂര്യൻ പോകുമ്പോൾ
ഞാൻ എന്നും രാത്രി ഉണർന്നിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അപ്പോഴും സൂര്യൻ താഴുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിലൊരു ക്ലോക്കുണ്ട്, സർക്കേഡിയൻ റിതം എന്ന് പറയും. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. ആ ക്ലോക്ക് പ്രകാരം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം കുറയ്ക്കും രാത്രിയാകുമ്പോൾ. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് വളരെ ലൈറ്റ് ഫുഡ് കഴിക്കുക. ലൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുളിക എന്തെങ്കിലും കഴിക്കാം. പക്ഷേ നിങ്ങൾ ഗുളികയൊന്നും കഴിക്കേണ്ട ആളല്ല. നിങ്ങൾ 8 മണി കഴിഞ്ഞ് പോയി ആഹാരം കഴിക്കുക. ഞാൻ പറയും നിങ്ങൾ കഴിക്കാതിരിക്കുക എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളുടെ വയറ് ചീത്തയാകുന്നോ അസിഡിറ്റി വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് വിൽ ബി ക്യൂർഡ്. നിങ്ങൾക്ക് അത്രയും പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ 8 മണിക്ക് ആഹാരം കഴിക്കാതിരുന്നിട്ട് രാത്രി 3 മണി വരെ ഉണർന്നിരിക്കരുത്. ഒരു 10 മണിക്ക് 11 മണിക്ക് ഉറങ്ങണം. ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ ആസിഡ് പ്രൊഡക്ഷൻ വയറിൽ കൂടിക്കൊണ്ടേയിരിക്കും. മെറ്റബോളിസം നടക്കാതിരിക്കുമ്പോൾ തന്നെ അവിടെ ഈ ഫുഡിന് വേണ്ടി ക്രേവ് ചെയ്യുകയും കൂടുതൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അസിഡിറ്റി, ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാൻ പറയുന്നത് എപ്പോൾ ആഹാരം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഒരു 8 മണിക്ക് മുമ്പ് കഴിച്ചിട്ട് ഒരു 11 മണിക്കെങ്കിലും ഉറങ്ങുക. രാവിലെ എത്ര നേരത്തെ എണീച്ചാലും അത്രയും നല്ലത്. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീക്കണം എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. പോസിബിൾ ആവുന്ന ആളുകളുണ്ടാവാം. പക്ഷേ നമ്മുടെ ഈ പല ജോലി ചെയ്ത് ടയർഡായി വരുന്ന ഒരാൾ രാത്രി 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക് 4:50 എണീക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3:50 എണീക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആഹാരം പറഞ്ഞല്ലോ, സാത്വിക ആഹാരത്തിലേക്ക് മാറിയത് കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. സാത്വിക ആഹാരം എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് കാര്യം. സാത്വിക ആഹാരത്തിലേക്ക് മാറാത്ത ഒരാൾക്ക് തന്നെ അയാളുടെ മൈൻഡ് കാമാണ്, അയാൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ഓക്കെ ആയിട്ട് പോകും. ഹി ക്യാൻ ഗെറ്റ് ഹിസ് മൈൻഡ് അണ്ടർ കൺട്രോൾ. ഒരു വൈരാഗ്യം കൂടി ഉണ്ടാവണം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷനാണ് ഈ വൈരാഗ്യം എന്ന് പൊതുവെ ഗുരു പറയാറുണ്ടായിരുന്നത്. ഇനി എൻ്റെ അനുഭവം ഇതാണ്. ഞാൻ വെജിറ്റേറിയൻ ഫുഡിലേക്ക് പോകുമ്പോൾ എൻ്റെ മൈൻഡ് വളരെ കാമാവുന്നതായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ ഫിസിക്കലി ഞാൻ വീക്ക് ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പ്രോട്ടീൻ ഇല്ലാതിരിക്കുന്നത്, ഞാൻ പ്രോട്ടീൻ അല്ലാത്ത വെജിറ്റേറിയൻ ഫുഡാണ് പലപ്പോഴും കഴിക്കാറ്. പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ബോഡി മസിൽ ബിൽഡ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളതല്ല, ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയനിൽ തന്നെ ഇന്ന് പ്രോട്ടീനുള്ള ഫുഡുകളൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൺസേൺ അല്ലാത്തത് കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. എനിവേ, ഇതാണ് എൻ്റെ കാര്യം. അപ്പം നിങ്ങൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധന ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്താണോ അത് ചെയ്യുന്നത്, ആ സമയത്ത് മനസ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ സ്വസ്ഥാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ, അതേത് ജീവിത രീതിയാണോ, അതേത് ആഹാരമാണോ, അതാണ് ചൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും ആഹാരം ഇല്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം ബോഡി വളരെ ലൈറ്റായിട്ടിരിക്കും. ഡൈജഷൻ്റെ ഒരു ഹെവി പ്രോസസ്സ് ബോഡിക്ക് നടക്കാതിരിക്കുമ്പോൾ, ബോഡി വളരെ ലൈറ്റായിരിക്കുമ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ട് സാധന ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ മെറ്റബോളിസം വളരെ കുറവായിരിക്കും. കാരണം മെറ്റബോളിസത്തിന് ഒരുപാട് ഹെവി ഡ്യൂട്ടി ബോഡി ചെയ്യുന്നില്ല. ആ സമയത്ത് ബോഡിക്ക് ഒരു ലൈറ്റ്നെസ് ഉണ്ട്. നടക്കുമ്പോൾ പോലും വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ എനിക്ക് സ്വയം തോന്നാറുണ്ട്. എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ, ട്രൈ ഇറ്റ്. താങ്ക് യു.